ഒരു നാർസിസിസ്റ്റിൻ്റെ ഒരു പ്രധാന ലൈഫിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ബാക്കിയുള്ളവർ അവരുടെ കൺട്രോളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. പൊതുവേ നമ്മൾ കണ്ടുവരുന്ന നാർസിസിസ്റ്റിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവർ വർക്ക് പ്ലേസിലൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. അതായത് ബാക്കി നാട്ടുകാർക്കും ഓഫീസിലുള്ളവർക്കും ഇവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ ചിലപ്പം പറയാനുണ്ടാവുള്ളൂ. പക്ഷേങ്കിലും ഇവരായിട്ട് അടുത്ത് ഇടപഴകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ചിലപ്പം ഇവരുടെ വീട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ. ഇപ്പോൾ ഭർത്താവാണ് നാർസിസിസ്റ്റെങ്കിൽ ഭാര്യയ്ക്കായിരിക്കും അത് ശരിക്കും മനസ്സിലാവും, അല്ലെങ്കിൽ ഭാര്യയാണ് നാർസിസിസ്റ്റെങ്കിൽ ഭർത്താവിന് അത് ശരിക്കും മനസ്സിലാവും. അല്ലെങ്കിൽ ഇപ്പം പാരൻസ് ആണ് നാർസിസിസ്റ്റ് ആ ഒരു ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാണെങ്കിൽ മക്കൾക്കും അത് ശരിക്കും മനസ്സിലാവും. കാരണം ഇവർ ഏറ്റവും കൂടുതൽ ഇവരുടെ ആ ഒരു ട്രെയ്റ്റ്, അതായത് ഇവരുടെ വേറെ തന്നെ ഉള്ള ഒരു പേഴ്സണാലിറ്റി കാണിക്കുന്നത് ഈ ഒരു ഇവർ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോടായിരിക്കാം. അപ്പം ഇവർക്ക് ആ ഒരു സെൻസ് ഓഫ് കൺട്രോൾ കിട്ടുന്നതും ഇവരുടെ അടുത്ത് തന്നെ ആയിരിക്കാം. അപ്പം ഈ ഒരു കൺട്രോൾ എടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ഒരു സെൽഫായിട്ടുള്ള ഒരു ഇമേജ് ഭയങ്കര ഹൈ ആയിട്ട് വെക്കണം എന്നുള്ള കുറേ ചിന്താഗതികളാണ് ഈ നാർസിസിസ്റ്റ് ആൾക്കാരുടെ മെയിൻ ലക്ഷണം എന്ന് പറയുന്നത്.